ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ എന്ന് പറയുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ പുനലൂർ വാളക്കോട് പാലത്തിന്റെ അവസ്ഥ. 1.25 നൂറ്റാണ്ടിന്റെ പഴക്കമാണ് വാളക്കോട് പാലത്തിന് കണക്കാക്കപ്പെടുന്നത്. തിരുവിതാംകൂറിലെ ആദ്യ തീവണ്ടിപ്പാതയായ കൊല്ലം ചെങ്കോട്ട പാതയുടെ ഭാഗമായി 1904 മുമ്പ് നിർമ്മിച്ചതാണ് ഈ പാലം. ദേശീയപാതയിലെ മറ്റെല്ലാ പാലങ്ങളും പുനർനിർമ്മിച്ചിട്ടും ദേശീയപാതയിലെ ഏറ്റവും വീതി കുറഞ്ഞതും പുനർനിർമ്മിക്കാത്തതുമായ ഏക പാലമാണ് വാളക്കോട് പാലം. പുനലൂർ നഗരത്തിന്റെ കുപ്പിക്കഴുത്തായ വാളക്കോട് പാലം പുനർനിർമ്മിക്കാൻ ഇത്രയും വർഷങ്ങളായിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കൊല്ലം ചെങ്കോട്ട തീവണ്ടിപ്പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ട് മുമ്പ് പാലത്തിന്റെ അടിഭാഗത്ത് റെയിൽവേ നിർമ്മാണ പ്രവൃത്തികൾ നടത്തി ബലപ്പെടുത്തിയെങ്കിലും മേൽപ്പാലം പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായില്ല. 1 വർഷം മുമ്പ് ഇവിടെ സർവേ നടത്തി പാലം പുനർനിർമ്മിക്കാനുള്ള അടങ്കൽ തയ്യാറാക്കി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ NHAIക്ക് സമർപ്പിച്ചിരുന്നു. ഇതിനുശേഷം വാളക്കോട് റെയിൽവേ പാലത്തിന് സമീപം സമാന്തരമായി പാത നിർമ്മിക്കുന്നതിന് ബന്ധപ്പെട്ടവർ സ്ഥല സന്ദർശനവും അവലോകന യോഗവും നടത്തി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ശബരിമല സീസണിന് മുൻപായിട്ടായിരുന്നു ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ അവസാനമായി ചർച്ച നടത്തിയത്. ഈ അവലോകന യോഗത്തിൽ ഉയർന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ മകരവിളക്കിന് മുമ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ സമാന്തര പാത നിർമ്മിക്കും എന്നായിരുന്നു തീരുമാനം. പഴയ പാലം നിലനിർത്തി 1.5 കോടിയിൽ താഴെ മാത്രം ചെലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചായയുടെ കടുപ്പവും ബിസ്ക്കറ്റിന്റെ രുചിയും ആസ്വദിച്ച് അധികാരികൾ പിരിഞ്ഞതല്ലാതെ ഇതുവരെയും ആ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം. ഈ യോഗത്തിൽ കൊല്ലം MP NK പ്രേമചന്ദ്രൻ, PS സുബാൽ MLA, സബ് കളക്ടർ, NHAI ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. സമീപത്ത് പുതിയ നടപ്പാത നിർമ്മിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായിരുന്നു. പുതിയ മേൽപ്പാലം നിർമ്മിക്കണമെങ്കിൽ റെയിൽവേ ബോർഡിന്റെയും റെയിൽവേ മന്ത്രാലയത്തിന്റെയും ദക്ഷിണ റെയിൽവേയുടെയും കൂടുതൽ അനുമതിയും ആവശ്യമാണ്. ഫയലിന്റെ നീക്കുപോക്കിനും ഒരുപക്ഷെ വർഷങ്ങളുടെ കാത്തിരിപ്പ് ഇനിയും വേണ്ടി വന്നേക്കാം. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് 10 വർഷം മുമ്പ് ഗേജ് മാറ്റ സമയത്ത് 60 മീറ്ററോളം നീളത്തിൽ റെയിൽവേ ട്രാക്ക് വേർതിരിച്ച് കോൺക്രീറ്റ് തുരങ്കം നിർമ്മിച്ചത്. ഇവിടെ റോഡോ പാലമോ നിർമ്മിക്കേണ്ടി വന്നാൽ അത് ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കുകയില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന ഏജൻസിയെ കൊണ്ട് ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കി റോഡ് നിർമ്മിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. നിരവധി അപകട ചരിത്രം പേറുന്ന വാളക്കോട് പാലം ബ്ലാക്ക് സ്പോട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ അടിയന്തരമായി NHAI ഫണ്ട് ഉപയോഗിച്ച് നിലവിലെ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തു കൂടി 5.5 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനും തീരുമാനമുണ്ടായിരുന്നു. NHAI നേരിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കണമെന്നും അന്ന് നടന്ന യോഗത്തിൽ NK പ്രേമചന്ദ്രൻ MP നിർദ്ദേശം നൽകിയിരുന്നു. പുതിയ റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പഴയ പാലത്തിലൂടെ കടന്നു പോകുന്നതിനും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്ക് പുതിയ റോഡിലൂടെയും പോകാൻ സാധിക്കുമെന്നും വിലയിരുത്തൽ ഉയർന്നു വന്നിരുന്നു. ബ്ലാക്ക് സ്പോട്ടായി ഒരു ഭാഗം നിശ്ചയിച്ചാൽ അവിടെ NHAIക്ക് 50 കോടി വരെ വിനിയോഗിച്ച് അടിയന്തര നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നും അന്ന് MP യോഗത്തെ അറിയിച്ചിരുന്നു. കുറ്റം ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ രാപ്പകൽ ഭേദമന്യേ നിരന്തരം കടന്നുപോകുന്ന കൊല്ലം തിരുമംഗലം പാത എന്ന ഈ അന്തർ സംസ്ഥാന പാതയിൽ ഇന്നും ഗതാഗതത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഈ പാലം. വാഹനമിടിച്ചും മറ്റും പാലത്തിന്റെ കൈവരികൾ തകർന്നത് കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയാണ് ഒരുക്കുന്നത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.